കലശമലയോട് ചേർന്ന് 3 സെന്റ് കോളനിയിലാണ് വലിയ തോതിൽ മണ്ണിടിച്ചൽ ഭീഷണി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് മഴ ശക്തമാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഈ വഴിയിലൂടെയുള്ള യാത്ര ഒഴിവാക്കണം, സമീപത്തുള്ള താമസക്കാർ ഈ പ്രദേശത്തു നിന്നും മാറി താമസിക്കണമെന്നുമാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇത്തരത്തിലൊരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ബോർഡ് ഇവിടെ സ്ഥാപിച്ച സമയത്ത് പോലും യാതൊരു വിധത്തിലും ഇവിടുത്തെ ആളുകൾക്ക് അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇവിടുത്തെ സ്ഥിതി വളരെ അധികം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കാണുന്ന ഈ കുന്നിന്റെ ഭാഗം ഇടിഞ്ഞ് തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇതിനൊരു പരിഹാരമായി നേരത്തെ തന്നെ പഞ്ചായത്ത് പറഞ്ഞിരുന്നത് ഈ ഭാഗം ഇടിച്ച് നിരത്തിയതിന് ശേഷം ഇവിടെ ഒരു മറ്റ് അപകടം ഇല്ലാത്ത രീതിയിലേക്ക് മാറ്റാമെന്നുള്ളതാണ്. പക്ഷെ അതിന് ഇതിപ്പോൾ ടൂറിസം വകുപ്പിന്റെ അധീനതയിലുള്ള സ്ഥലമാണ്. പഞ്ചായത്തിന് അതിൽ നേരിട്ട് ഇടപെടുന്നതിനുള്ള ബുദ്ധിമുട്ടുകളുമുണ്ട്. അതാണ് ഈ ഒരു പ്രശ്നം ഇങ്ങനെ നിലനിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ തന്നെ വീടുകളുണ്ട്, തൊട്ടടുത്താണ് വീടുകളുള്ളത്. ഈ മേഖലയിൽ ഏകദേശം 15ഓളം വീടുകളും മറ്റ് നിരവധിയായ 100-ലധികം ആളുകളും ഇവിടെ താമസിക്കുന്നുണ്ട്. ഈ ബോർഡ് വന്നാൽ ഞങ്ങളിപ്പോൾ എവിടേക്ക് പോകുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ എത്രയും കാലങ്ങളായിട്ട് താമസിച്ചു വരുന്നൊരു സംഭവമാണ് ഇവിടെ. ഇല്ല പിന്നെ പഞ്ചായത്ത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കലക്ടറും തഹസിൽദാരും മറ്റൊരുവരൊക്കെ വന്ന് നോക്കിപ്പോയിട്ട് ഒരു ആന ഇതുപോലെ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഭയൊക്കെ ഉണ്ട്. 10-25 ചെറിയ കുട്ടികളാണ് പാർക്കണത്. ഞങ്ങൾ വയസ്സായാലും മരിച്ചാലും ഞങ്ങൾക്ക് വിഷമമില്ല. ചെറിയ കുട്ടികളും നല്ല ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. പിന്നെ വയ്യാത്ത ആൾക്കാരാണ്, അവരേനൊക്കെ ആയിട്ട് ഞങ്ങൾ എവിടേക്ക് പോവുക? ഒരു ദുരന്തം ഉണ്ടാകുമ്പോഴല്ല, അതിന് മുൻപായാണ് നടപടികൾ സ്വീകരിക്കേണ്ടത്. വെറുതെ ഒരു ബോർഡ് സ്ഥാപിച്ചത് കൊണ്ടല്ല. ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായി ഈ ഒരു മേഖലയിൽ മാത്രം കുറച്ച് മണ്ണെടുത്ത് നീക്കിയാൽ ഈ കുന്നിടിച്ചിലിനുള്ള സാധ്യത അത് തീർത്തും ഇല്ലാതാകും എന്നുള്ളതാണ് ജിയോളജി വകുപ്പിന്റെ ഒരു നിർദ്ദേശമായുള്ളത്. പക്ഷേ അത് ഇതുവരേക്കും പാലിക്കപ്പെട്ടിട്ടില്ല. വിവിധ വകുപ്പുകളുടെ കീഴിലാണ് ഈ ഒരു പ്രദേശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉടനടി തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ മഴക്കാലത്ത് വലിയൊരു ദുരന്തം ഒരുപക്ഷെ ഈ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.